Hey, so what's up, boss? This is day 5 of the cut, and everything is going good as of till now, um, except cardio. The cardio ചെയ്തിട്ട് 3 ദിവസമായി. ചെയ്യണമെന്ന് ആഗ്രഹമില്ലാഞ്ഞിട്ടല്ല, സമയം കിട്ടണം. ഈ വീഡിയോ ഒക്കെ ഷൂട്ട് ചെയ്യുമ്പോഴുള്ള മെയിൻ പ്രശ്നം എന്ന് പറഞ്ഞാൽ നമ്മൾ സമയം പോകണം അറിയില്ല. ലാസ്റ്റ് നമ്മൾ ട്രെഡ്മില്ലിൽ കയറാൻ നോക്കുമ്പോഴത്തേക്കും ഇന്ന് ക്ലോസ് ചെയ്യാനുള്ള ടൈം എന്ത് ചെയ്യാനാണ് നിങ്ങളെ ഇപ്പം എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ഇനി എങ്ങാനും ഒരു 10-15 മിനിറ്റ് കിട്ടിക്കഴിഞ്ഞാൽ വർക്കൗട്ട് കഴിഞ്ഞ് നോക്കുമ്പോഴത്തേക്കും അതിലാരെങ്കിലും കയറി അത് ഫില്ല് ചെയ്യും. കാർഡിയോ മെഷീൻസ് എല്ലാം ഫില്ലായിരിക്കും. അല്ലാതെ എനിക്ക് കാർഡിയോ ചെയ്യാൻ മടിയായതുകൊണ്ടാണെന്ന് ആരും വിചാരിക്കല്ലോ. എനിക്ക് കാർഡിയോ ചെയ്യാൻ ഒരു മടിയില്ല. സത്യം കള്ളം പറയണല്ലോ, ടൈം കിട്ടണില്ല. രാത്രി ജിമ്മ് ക്ലോസ് ചെയ്യാറാവുമ്പോൾ ജിമ്മിലോട്ട് പോകുന്ന പ്രശ്നമാണ്. വർക്കൗട്ടും ചെയ്തു ഇറങ്ങേണ്ടി വരും കാർഡിയോ ചെയ്യാൻ ടൈം. ഞാൻ 3 ദിവസമായി കാർഡിയോ ചെയ്തു. അപ്പോൾ ഇനി എൻ്റെ പ്ലാൻ എന്താണെന്ന് വെച്ചാൽ ഞാൻ രാവിലെ പോകാനാണ് പ്ലാൻ. ഞാൻ ഓൾറെഡി രാവിലെ പൊക്കോണ്ടിരുന്ന ഒരാളായിരുന്നു. പക്ഷേ എൻ്റെ സ്ലീപ്പ് ഷെഡ്യൂളൊക്കെ ഇടയ്ക്ക് പക്കപ്പായി. ഇപ്പോൾ കുറേ നാളായി രാവിലെ പോയി. അതിൽ സ്ലീപ്പ് പക്കപ്പായിട്ട് പോയി ജിമ്മിൽ പോയിട്ട് ഒരു കാര്യമില്ല. നേരെ വന്ന് ഉറങ്ങാണ്ട് ജിമ്മിൽ പോകുന്ന ഒരാളാണെങ്കിൽ ഒരു കാര്യം, ജിമ്മിൽ പോയിട്ട് ഒരു കാര്യം, അവിടെ കിടന്ന് ചത്ത കിടന്ന് ചെയ്തിട്ട് ഒരു കാര്യമില്ല. അത് റിക്കവർ ആവണ്ടേ? അതിന് ന്യൂട്രീഷൻ മാത്രം പോരാ, അതിന് റെസ്റ്റ് വേണം. ഞാൻ പണ്ട് ആക്ച്വലി ഈ റെസ്റ്റിന് ഒരു ഇമ്പോർട്ടൻസും കൊടുക്കാത്ത ഒരാളായിരുന്നു. എപ്പോഴും ഓവർ ട്രെയിൻ ചെയ്യും. അത് ഒരു ദിവസം ഞാൻ പറഞ്ഞ തള്ളണമെന്ന് വിചാരിക്കും, പക്ഷേ ഒരു ദിവസം 2-3 വട്ടം വർക്കൗട്ട് ചെയ്യണം. രാവിലെ, ഉച്ചയ്ക്ക്, പിന്നെ രാത്രി. ഒരു കാര്യമില്ല. പ്രത്യേകിച്ച് നമ്മൾ നാച്ചുറലും കൂടെ ആണെങ്കിൽ നമ്മൾ വെറുതെ നമ്മൾ ടൈം ആൻഡ് എഫോർട്ട് വേസ്റ്റ് ചെയ്യണം എന്നല്ലാതെ അതിൽ പ്രത്യേകിച്ച് ഒരു കാര്യമില്ല. റെസ്റ്റ് ഇസ് വേ സുപ്പീരിയർ. അത് കൊടുത്തില്ലെങ്കിൽ നമ്മളെ ബോഡി എപ്പോഴും നമ്മൾ അതിനെ ഡാമേജ് ചെയ്തുകൊണ്ടിരിക്കുമായിരിക്കും. ഈ മസിലിന് അതൊരു ടിഷ്യൂ ആണല്ലോ ബേസിക്കലി. നമ്മൾ വർക്കൗട്ട് ചെയ്യുമ്പം ആ മസിൽ ടിഷ്യൂ ബ്രേക്ക് ആവും. അപ്പോൾ അത് പിന്നെ അത് റീജനറേറ്റ് ചെയ്ത് നമ്മൾ പ്രോപ്പർ ന്യൂട്രീഷൻ കൊടുക്കുന്നത് പോലെ അത് റീജനറേറ്റ് ചെയ്ത് പിന്നെ ബാക്ക് ടു വരുന്നതിനേക്കാളും ബെറ്ററായിട്ട്, അതായത് കുറച്ചുകൂടെ സ്ട്രോങ്ങറും ബിഗർ ആയിട്ട് അത് വരത്തുള്ളൂ. അല്ലെങ്കിൽ ബ്രേക്കായി അത് നമുക്കത് മസിൽ ലോസ് വരാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ്. നമുക്ക് ഒരിക്കലും റെസ്റ്റിന് ഒരു ഇമ്പോർട്ടൻസ് കൊടുക്കാണ്ടിരിക്കരുത് ഗൈസ്. മനസ്സിലായില്ലേ? റെസ്റ്റിന് നമ്മൾ എപ്പോഴും നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുത്തിട്ട് തന്നെ പോകണം. ഞാൻ എല്ലാ ദിവസവും 7 days വർക്കൗട്ട് ചെയ്തുകൊണ്ടിരുന്ന ഒരാളാണ്. 7 days, അത് ഇൻക്ലൂഡിങ് സൺഡേ. അതുകൊണ്ട് ഞാൻ മുമ്പ് വർക്കൗട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ സൺഡേസ് വർക്കായിരുന്നു. അപ്പോൾ ഞാൻ സൺഡേയും വർക്കൗട്ട് ചെയ്യാൻ പോകും. അപ്പം എനിക്ക് റെസ്റ്റേ ഇല്ല ആക്ച്വലി. അങ്ങനെ ചെയ്ത് ലാസ്റ്റ് എനിക്ക് കോപ്പിറൈറ്റ്. വേറെ വിഷയം, ഈ വീഡിയോ ഇടുമ്പോൾ നമ്മൾ കഷ്ടപ്പെട്ട് എഡിറ്റ് ചെയ്തിട്ട് ലാസ്റ്റ് വീഡിയോ ഇടുമ്പോൾ കോപ്പിറൈറ്റ്. കഴിഞ്ഞ ദിവസം ഞാൻ ഇതേപോലെ എഡിറ്റ് ചെയ്ത് വീഡിയോ ഇട്ടപ്പം ഞാൻ അതിൽ മ്യൂസിക് ഒന്നും ഇട്ടില്ലായിരുന്നു. അപ്പോൾ നോക്കിയപ്പോൾ കോപ്പിറൈറ്റ് അടിച്ചു. ഈ GTA റേഡിയോ ഇപ്പോൾ പറയാൻ എന്തെങ്കിലും ചെയ്യുമ്പോൾ പണി വരണം അറിയിക്കുക. അപ്പോൾ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് റെസ്റ്റ്. ഞാൻ 7 days a week വർക്കൗട്ട് ചെയ്തിട്ട് എനിക്ക് അതിനുള്ള റിസൾട്ടൊന്നും സത്യം പറഞ്ഞാൽ കിട്ടില്ല. അത് ഈ റിക്കവറി ഇല്ലാത്തതുകൊണ്ട് തന്നെയാണ്. റെസ്റ്റ് ഡേയ്സ് നമ്മൾ അതിൽ ഇൻക്ലൂഡ് ചെയ്യാത്തതുകൊണ്ട് തന്നെയാണ് ഞാൻ പറയുന്നത്. എല്ലാ ദിവസവും നമുക്ക് തോന്നുമ്പോൾ റെസ്റ്റ് എടുക്കാനല്ല ഞാൻ പറയുന്നത്. ഒരു മിനിമം ഇഫ് യു ആർ നാച്ചുറൽ ബോഡി ബിൽഡർ യു ഷുഡ് അറ്റ്ലീസ്റ്റ് ഗിവ് 1 to 2 days a week റെസ്റ്റ്. ഇല്ലെങ്കിൽ നിങ്ങൾ ചെയ്യുന്നതിന് വലിയ ഒരു പ്രോപ്പറായിട്ട് ഒരു നല്ല ഇൻറ്റൻസിറ്റിയിൽ ട്രെയിൻ ചെയ്യുന്ന ഒരാളാണ് എങ്കിൽ നിങ്ങൾക്ക് 1 to 2 days വേണം. ഒരു ദിവസം നിങ്ങൾ ഒരു മസിൽ ട്രെയിൻ ചെയ്യുമ്പോൾ ബേസിക്കലി ആ മസിൽ ടിഷ്യൂ ബ്രേക്കായി നമ്മൾ റിക്കവർ ചെയ്യാൻ ടൈം കൊടുക്കുകയാണ്. അപ്പം പിന്നെ അടുത്ത ദിവസം നിങ്ങൾ ആ സെയിം പാർട്ട് അല്ലെങ്കിൽ കൂടെ
നിങ്ങൾ വേറൊരു മസിലിന്റെ ടിഷ്യൂ ബ്രേക്ക് ചെയ്യുകയാണ്. അപ്പം ബോഡിക്ക് അറിഞ്ഞൂടെ, ബോഡിക്ക് റീജനറേറ്റ് ചെയ്യാനുള്ള ഒരു കപ്പാസിറ്റി, ഒരു ലിമിറ്റ് ഉണ്ട്. അപ്പം നിങ്ങൾ ഓരോ ദിവസം ഓരോ മസിലായിട്ട് ഇങ്ങനെ ബ്രേക്ക് ചെയ്തുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ അതിനനുസരിച്ചിട്ടുള്ള റിക്കവറിയും ഇല്ല. അപ്പോൾ ഒബ്വിയസ്ലി നമ്മൾ വിചാരിക്കുന്ന പോലെ എത്തൂല. അതുകൊണ്ട് നിങ്ങൾ മിനിമം ഇപ്പോൾ എല്ലാ ദിവസത്തെ കണക്ക് കൂട്ടിയില്ലെങ്കിൽ ഒരാഴ്ചയിൽ നിങ്ങൾ ഒരു 1 to 2 days റെസ്റ്റ് കൊടുക്കണം. അപ്പോഴേ അത് ബാലൻസ് ഔട്ട് ആവുള്ളൂ. അതിനാണ് ഞാൻ പറയാം. അല്ലാതെ നമ്മളിപ്പോൾ ഒരു ദിവസം വർക്കൗട്ട് ചെയ്തിട്ട് അടുത്ത ദിവസം ലീവ് എടുക്കാനല്ല. ഇതിപ്പോൾ ഒന്നും രണ്ടും ദിവസത്തെ കാര്യമല്ലല്ലോ, ഇതിപ്പോൾ ഒരു ലോങ് ടേം ഗോളാണ്. അപ്പോൾ നിങ്ങളത് ആ രീതിയിൽ ചിന്തിക്കുക. പിന്നെ ജിമ്മിൽ വന്ന് ഒന്നും രണ്ടും ചുമ്മാ തട്ടിക്കൂട്ടി പോണവർക്കൊന്നും വലിയ റിക്കവറിയുടെ ആവശ്യമൊന്നും വരത്തില്ല. പക്ഷെ ഞാൻ പറഞ്ഞത് നമ്മൾ പ്രോപ്പറായിട്ട് ട്രെയിൻ ചെയ്യുന്ന ഒരാൾക്ക് ഒരു 1 to 2 days a week റെസ്റ്റ് വേണം. അത് അങ്ങനെ റെസ്റ്റ് എടുക്കുമ്പോൾ നിങ്ങൾക്ക് അതിൽ ഡിഫറൻസ് ഒബ്വിയസ്ലി അറിയാൻ പറ്റും. നിങ്ങളുടെ സ്ട്രെങ്ത് ഡൗൺ ആവില്ല. നിങ്ങളുടെ സ്ട്രെങ്ത് എപ്പോഴും പ്രോഗ്രസീവായിട്ട് തന്നെ പൊയ്ക്കൊണ്ടിരിക്കും. മറ്റേത് നമ്മൾ എന്നും പോയി ബോഡീനെ ഫെറ്റീഗ് ആക്കി, ഇതിപ്പോൾ നമ്മൾ മസിൽ മാത്രമല്ല ഫെറ്റീഗ് ആകും, നമ്മളെ നെർവസ് സിസ്റ്റം ഫെറ്റീഗ് ആവും. അപ്പോൾ അതിന് ഈ മസിൽ റിക്കവർ ആവുന്ന പോലെ എപ്പോഴും ഹെവി ലിഫ്റ്റ് ചെയ്യുന്ന ഒരാളാണെങ്കിൽ പ്രത്യേകിച്ച് അത് പെട്ടെന്നൊന്നും അത് നെർവസ് സിസ്റ്റം റിക്കവർ ആവത്തില്ല. അതിന് നമ്മൾ പ്രോപ്പർ റിക്കവറി പീരീഡ് കൊടുത്താൽ മാത്രമേ നെർവസ് സിസ്റ്റം റിക്കവർ ആവത്തുള്ളൂ. അതെപ്പോഴും മൈൻഡിൽ വെച്ചിരിക്കുക ഗൈസ്. നിങ്ങൾ ഹാർഡ് വർക്കും ടൈമും എഫേർട്ടും മണിയും, നിങ്ങൾ ന്യൂട്രീഷനിൽ നിങ്ങൾ കൊടുക്കുന്ന മണി നമുക്ക് എല്ലാവർക്കും അറിയാം. സപ്ലിമെൻ്റ് എടുത്തില്ലെങ്കിൽ കൂടെ ഫുഡിന് വേണ്ടി നമുക്ക് ചിലവാക്കുന്ന ഒരു ബോഡി ബിൽഡിങ്ങിന് നമ്മൾ ഫുഡിന് വേണ്ടി ചിലവാക്കുന്ന ക്യാഷ് തന്നെ കുറേ ക്യാഷ് പോയി കിട്ടും ഒരു മാസത്തെ. അതുകൊണ്ട് നമ്മൾ അതിൽ മാക്സിമം നമുക്ക് എത്രത്തോളം ഗെയിംസ് അത് നമുക്ക് എടുക്കാൻ പറ്റുമോ അത്രയും നമ്മൾ ഒപ്റ്റിമലായിട്ട് തന്നെ അത് കൊണ്ടുപോകണം. എന്നാലും നമുക്ക് അതിൻ്റെ മാക്സിമം എന്ത് കിട്ടാൻ, അതിൻ്റെ ആ ഗുണം കിട്ടത്തും. അതിന് വേണ്ടിയിട്ടാണ് പറയുന്നത്. ഓക്കെ, അപ്പം നമുക്ക് ഇനി ലേറ്റായാൽ ശരിയാവില്ല. ഇനി ലേറ്റായ എൻ്റെ ഇന്നത്തെ കാർഡിയോയും ചോദിച്ചു. അതുകൊണ്ട് നമുക്ക് പോയി ഇന്നത്തെ കാർഡിയോ ചെയ്യാം. അപ്പോൾ ഇന്നത്തെ വർക്കൗട്ട് ചെയ്യാം. ഓക്കെ, ബൈ.